ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചായക്കടകളിലെയൊക്കെ ചില്ലുകൂട്ടിലെ ആ മടക്ക് സാധനമില്ലേ, അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ഒരു മടക്ക് സാധനം ഉണ്ടാക്കിയാലോ. നമ്മൾ ഈ ചായക്കടകളിലൊക്കെ ഇപ്പോഴുണ്ട്. പഴയ കാലത്തൊക്കെ ഇങ്ങനെ നമ്മുടെ ചില്ലിട്ട് അലമാരിക്കകത്ത് ഇങ്ങനെ ചാരി ചാരി വെക്കുന്ന ഒരു മഞ്ഞ കളറിലൊരു സംഭവം ഇല്ലായിരുന്നു. അന്നൊക്കെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്കിന്ന് അതൊന്നുണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എലൈറ്റിൻ്റെ മൈദ, ഒരു 2 കപ്പ് മൈദ ഞാൻ എടുക്കുവാണേ. നമുക്കിപ്പോൾ എന്തോരം ആളും ആവശ്യമൊക്കെ ഉണ്ട് അതനുസരിച്ച് എടുത്തേച്ചാൽ മതി. ഇത് 2 കപ്പ് മൈദ ഇട്ടു. നമുക്ക് വേറെ ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുറേ ദിവസങ്ങളിരിക്കും. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഒത്തിരി ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്കൊരു ഇച്ചിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവേ. നമുക്ക് നല്ലപോലെ ഇതൊന്ന് കൈകൊണ്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കതിനകത്തേക്ക് ഞാനൊരു ഇച്ചിരി മഞ്ഞ കളറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇച്ചിരി മഞ്ഞ കളർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഇച്ചിരി മഞ്ഞ കളറ് അങ്ങ് ഒഴിച്ച് കൊടുക്കുവാണേ. മഞ്ഞ കളർ ഒഴിച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഇതേക്കൂട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഫുഡ് കളർ ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ഒരു നിർബന്ധവുമില്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇച്ചിരി ഇത് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളിത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാവേ. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുണ്ട് മഞ്ഞക്കളർ, എൻ്റെ കയ്യിലും കൂടെ മഞ്ഞക്കളറായി. ഇപ്പോൾ കളർ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് നല്ലപോലെ നമ്മളൊന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തോണ്ടിരാവേ. ഇത് അങ്ങനെ നമ്മൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല, നമുക്ക് നല്ല നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു ഇച്ചിരി ഓയിലൊന്നൊഴിച്ച് കൊടുക്കുവാണേ. നിർബന്ധമൊന്നുമില്ല ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലപോലെ നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിൻ്റെ നല്ല ഒരു ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് തന്നെയുള്ള ഒരു പരുവത്തിന് നമ്മൾ തയ്യാറാക്കിയെടുത്ത്. ആകെ നമ്മളിത് 2 കപ്പ് മാവ് എടുത്തിട്ടുള്ള 250 മില്ലിയുടെ 2 കപ്പിനകത്ത് നല്ലപോലെ നല്ലപോലെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് തേച്ച് കുഴച്ചെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. വേറെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം തന്നെ ഇതുകൊണ്ട് നമ്മുടെ മൈദ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിയിപ്പം നമുക്കൊന്ന് ഒരു 10 മിനിറ്റ്, ഒത്തിരി ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് കുഴച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് വെക്കാവേ. ഇതെങ്ങനെ നമ്മൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മടക്ക് സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതൊന്ന് ഇവിടെ ഇട്ടൊന്ന് പരത്തിയെടുക്കാവേ. ചൂടെ പൊടിയൊക്കെ ഒന്ന് തൂവി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കും. ഒന്നിച്ച് പരത്തണ ഇച്ചിരി പാടാണ്. നമുക്കിത് 2ആയിട്ട് വേണേൽ പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ ഒന്നിച്ചങ്ങനെ പരത്തിയെടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആദ്യത്തെ ആ ഒരു ശകലം ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ നമുക്ക് കുഴപ്പമില്ല. നമുക്കിതിങ്ങനെയൊന്ന് പരത്തിയെടുക്കാം. ഇതെങ്ങനെ നമ്മൾ നല്ലപോലെ മൊത്തത്തിൽ ഇത്രയായിട്ട് ഇതിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെല്ലാം കനമൊക്കെ എല്ലായിടത്തും ഒരുപോലെയൊക്കെ ആക്കി നമുക്ക് ഒരുമാതിരി പറ്റിയെടുക്കാവുന്നത്തോളമൊക്കെ നമ്മൾ കനമാക്കി എടുത്തിട്ടുണ്ട്, കനം കുറച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ഓയിലൊഴിച്ച് മൊത്തം ഒന്ന് തേച്ച് കൊടുക്കുക. നമുക്കിത് ഈ ഓയിലിങ്ങനെ ഒഴിച്ച് കൊടുക്കും. നമ്മളിങ്ങനെ മടക്കി എടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇച്ചിരി ഓയിലിങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ ഇതിങ്ങനെ മൊത്തത്തിലൊന്ന് എല്ലായിടത്തൂടെ ഒന്ന് സ്പൂൺ വെച്ചോ ബ്രഷ് വെച്ചോ കൈ വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഈ മേലെ ഇങ്ങനെ നമുക്ക് ഒന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ നമുക്കിതൊന്ന് ഏറ്റവും നമ്മുടെ ലാസ്റ്റത്തെ അതും കൂടി ഇങ്ങനെ ഒന്ന് മടക്കി ഇതുണ്ടോ നമ്മളെടുത്തു വെച്ചു. ഇനിയിപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇത് വെച്ചൊന്ന് ഈ നമ്മുടെ ഈ ചപ്പാത്തി ഇത് വെച്ച് ഇങ്ങനെ ഒന്ന് താഴോട്ടൊന്ന് പരത്തി കൊടുക്കണം. മൊത്തം ഒന്ന് നമ്മളൊന്ന് പരത്തി ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് വെക്കണം. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെയൊന്ന് ഇങ്ങനെ ഓരോ പീസാക്കി നമുക്കിതിങ്ങനെ നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ട് നമുക്ക് 8 എണ്ണം നമുക്ക് 8 മടക്ക് ഇതുണ്ടാക്കാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ മാറ്റി വെച്ച് ഇതിപ്പോൾ തന്നെ നമ്മൾ നല്ല ലെയറായിട്ട് കണ്ടുണ്ട്. ഇച്ചിരി പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം അതൊന്ന് വെക്കാൻ, ചിലപ്പോൾ പിന്നെ ഒട്ടിപ്പിടിച്ചെങ്കിൽ. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ഇച്ചിരിച്ച് മാവിട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. എന്തോരം ഇങ്ങനെ നീട്ടിയെടുക്കാവോ നമുക്ക് അത്രയും. അപ്പോൾ നമ്മളിത് കുറച്ച് ഒരു 5 എണ്ണം ഇത് പരത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്ത് പോരാവേ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നമുക്കിട്ട് കൊടുക്കും. അതെ, നമുക്കൊരു 3 എണ്ണം ഇട്ട് കൊടുക്കാം. നമുക്കൊരു 3 എണ്ണം വീതം ഇട്ടിട്ട് കൊടുക്കാം. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്ത് പോരരുത്. നമ്മളൊരു മീഡിയം ഫ്ലെയിം ചട്ടി നന്നായിട്ട് ചൂടായി, എണ്ണ നന്നായിട്ട് ചൂടായിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാവുള്ളൂ. നമ്മൾ അപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ പഞ്ചസാര പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 5 സ്പൂൺ പഞ്ചസാര ഞാൻ ഒന്ന് പാനിയാക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് വേണം നമുക്കിത് നന്നായിട്ട് മുരിച്ചെടുക്കണം. നല്ല ലെയറൊക്കെ തിരിഞ്ഞ് വരും. ഇതുണ്ട് നമ്മൾ നല്ല അടുക്കടുക്കായിട്ട് ഇതുണ്ട് മടക്ക് ചൂടി ഒന്ന് മുരിഞ്ഞെടുക്കണം. എല്ലാം നല്ലതുണ്ട്, നല്ല മുരിഞ്ഞ് അടുക്കടുക്കായിട്ട് വന്നേക്കണം. നമ്മുടെ മടക്ക് സാധനം റെഡിയായി. നമുക്കതും ഒന്ന് കോരി എടുക്കാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ അടിപൊളി മടക്ക് സാധനം റെഡിയായി. അപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്നത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല സ്നാക്സും വീഡിയോസും അല്ലാത്ത നാടൻ വീഡിയോസും
ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു.